മലയാളി വൈദികൻ മാർ ജോർജ് കൂവക്കാട് കർദിനാളായി സ്ഥാനാഭിഷിക്തനായി വത്തിക്കാനിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ കാർമ്മികത്വം വഹിച്ചു. 10,000-കണക്കിന് വരുന്ന വിശ്വാസി സമൂഹം ചടങ്ങിന് സാക്ഷികളായി. ഭാരത കത്തോലിക്ക സഭയ്ക്കും സിറോ മലബാർ സഭയ്ക്കും ലഭിച്ച ക്രിസ്മസ് സമ്മാനമായിരുന്നു മാർ ജോർജ് കൂവക്കാടിന്റെ കർദിനാൾ സ്ഥാനലബ്ധി. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഇന്ത്യൻ സമയം 8:30 സ്ഥാനാരോഹണ ചടങ്ങുകൾ ആരംഭിച്ചു. മാർ ജോർജ് കൂവക്കാട് ഉൾപ്പെടെ 21 പേരെയാണ് മാർപ്പാപ്പ കർദിനാളായി ഉയർത്തിയത്. ക്രിസ്തുവിനോടും ക്രൈസ്തവ സഭയോടും വിശ്വാസം പുലർത്തുമെന്ന വിശ്വാസപ്രമാണം ഏറ്റുചൊല്ലിയ ശേഷം കർദിനാൾമാർക്ക് മാർപ്പാപ്പ സ്ഥാനചിഹ്നങ്ങൾ നൽകി അനുഗ്രഹിച്ചു. 21 പേരിൽ 20-ാമനായാണ് ജോർജ് കൂവക്കാട് സ്ഥാനചിഹ്നങ്ങൾ ഏറ്റുവാങ്ങിയത്. Direzione Principis Apostolorum, direzione tua nella Iglesia lavorare. Ad honorem Dei Omnipotentis et Sanctorum Apostolorum Petri et Pauli, tibi committimus diaconia Santi Antonio. രക്തം കൊടുത്തും വിശ്വാസങ്ങളെ സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പിന്റെ ചിഹ്നമായ ചുവന്ന തൊപ്പിയും വിശ്വസ്തതയുടെ അടയാളമായ മോതിരവുമാണ് കർദിനാൾമാർക്ക് സ്ഥാനചിഹ്നമായി നൽകുന്നത്. കൽദായ പാരമ്പര്യത്തിലുള്ള പ്രത്യേക തൊപ്പിയാണ് മാർപ്പാപ്പ ജോർജ് കൂവക്കാടിനെ ധരിപ്പിച്ചത്. 21 കർദിനാൾമാരും ഞായറാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ മാർപ്പാപ്പയുമൊത്ത് കുർബാന അർപ്പിക്കും. ചടങ്ങുകൾക്ക് സാക്ഷിയാകാൻ ജോർജ് കൂവക്കാടിന്റെ കുടുംബവും കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധി സംഘവും വത്തിക്കാനിലെത്തിയിരുന്നു. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെയുള്ള സഭാപ്രതിനിധികളും ചടങ്ങുകൾക്ക് സാക്ഷിയായി. ജോർജ് കൂവക്കാടിന്റെ കർദിനാൾ സ്ഥാനലബ്ധി ഭാരതത്തിന് അഭിമാനകരമായ കാര്യമെന്ന് പ്രധാനമന്ത്രിയും ഇന്ത്യയിലെയും കേരളത്തിലെയും ക്രൈസ്തവർക്ക് അഭിമാന നിമിഷമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ആശംസിച്ചു. വത്തിക്കാനിലെ തിരുക്കർമ്മങ്ങൾ ജോർജ് കൂവക്കാടിന്റെ ഇടവകയായ ചങ്ങനാശ്ശേരി മാമ്മൂട് ലൂർദ് മാതാ പള്ളിയിൽ വിശ്വാസികൾ തത്സമയം കണ്ടു. 2021 മുതൽ മാർപ്പാപ്പയുടെ വിദേശ അപ്പസ്തോലിക്ക യാത്രകളുടെ സംഘാടകനായിരുന്ന ജോർജ് കൂവക്കാടിനെ കഴിഞ്ഞ ഒക്ടോബറിലാണ് മാർപ്പാപ്പ കർദിനാളായി പ്രഖ്യാപിച്ചത്. നവംബർ 25 ചങ്ങനാശ്ശേരി അതിരൂപതാസ്ഥാനത്ത് അദ്ദേഹം മെത്രാനായി അഭിഷിക്തനായിരുന്നു. ഇന്ത്യയിൽ നിന്നും നേരിട്ട് കർദിനാൾ പദവിയിലെത്തുന്ന ആദ്യത്തെ വൈദികനെന്ന ബഹുമതിയും കൂവക്കാടിനെ തേടിയെത്തിയിരുന്നു. ഡിസംബർ 15 കർദിനാൾ മാർ ജോർജ് കൂവക്കാട് ജന്മനാടായ ചങ്ങനാശ്ശേരിയിൽ മടങ്ങിയെത്തും. നാട്ടിലെത്തുന്ന കർദിനാളിന് വലിയ സ്വീകരണമൊരുക്കാൻ തയ്യാറെടുക്കുകയാണ് ചങ്ങനാശ്ശേരി അതിരൂപതയും വിശ്വാസ സമൂഹവും. ന്യൂസ് മലയാളം, കോട്ടയം.